നമസ്കാരം. റിലീസ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഹോർമുസ് കടലിടുക്കിൽ പ്രതിരോധം ശക്തമാക്കി ഇറാൻ. നിയന്ത്രണങ്ങൾ ലംഘിച്ച 2 വിദേശ കപ്പലുകൾ പിടിച്ചെടുത്തു. ഒരു കപ്പലിന് നേരെ വെടിയുതിർത്തെന്നും ഇറാൻ. കടലിൽ മൈൻ സ്ഥാപിക്കുന്ന ബോട്ടുകളെ വെടിവെക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയ അമേരിക്ക. ഇന്ത്യയും ചൈനയും നരകക്കുഴികളെന്ന് അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച് ഡൊണാൾഡ് ട്രംപ്. കുവൈറ്റിലെ ഇറാൻ ആക്രമണത്തെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ കൃത്യമായി വിലയിരുത്താൻ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം. യുദ്ധ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ച വിമാന സർവീസുകൾ ഖത്തർ എയർവേസ് പുനരാരംഭിച്ചു. UAE-യിലേക്കുള്ള സർവീസുകൾ ഇന്നു മുതൽ തുടങ്ങി. ഉപയോഗിക്കാത്ത ടിക്കറ്റുകളുടെ പണം തിരികെ ലഭിക്കാൻ 28 ദിവസം വരെ എടുത്തേക്കുമെന്ന് ഖത്തർ എയർവേസ്. കുവൈറ്റിൽ സാമ്പത്തിക മേഖലയിലെ സുരക്ഷയ്ക്കും തട്ടിപ്പുകൾ തടയുന്നതിനും പുതിയ നടപടി. ഓൺലൈൻ വഴിയുള്ള വിദേശ പണമിടപാടുകൾക്ക് കുവൈറ്റ് മൊബൈൽ ID ആപ്പ് വഴിയുള്ള വെരിഫിക്കേഷൻ നിർബന്ധം. UAE-യിൽ സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ വേഗത്തിലും സുതാര്യവുമാക്കാൻ ഈ ഇൻവോയ്സിംഗ് സംവിധാനം നടപ്പിലാക്കും. സംസ്ഥാനത്ത് ചൂട് കനക്കുമ്പോൾ കടുത്ത ജാഗ്രതാ നിർദ്ദേശവുമായി സർക്കാർ. കോവിഡ് കാലത്തെ പോലെ സെൽഫ് ലോക്ക്ഡൗൺ സമയമായി കണ്ട് അനാവശ്യ യാത്രകളും പുറം പണികളും ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി. സൂര്യതാപമേറ്റ് കണ്ണൂരിൽ യുവാവ് മരിച്ചു. 3 പേർക്ക് സൂര്യതാപമേറ്റു. 2 ദിവസം കൂടി ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ കടുത്ത ചൂട് തുടരും. കൊല്ലത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും റെക്കോർഡ് പോളിംഗ്. ബംഗാളിൽ പോളിംഗ് ശതമാനം 90 കടന്നു. തമിഴ്നാട്ടിൽ 82.4% പോളിംഗ്. പശ്ചിമ ബംഗാളിൽ വ്യാപക സംഘർഷം. കനത്ത സുരക്ഷ. വോട്ട് ചെയ്ത് പ്രമുഖർ. ഹോർമുസ് കടലിടുക്കിൽ പ്രതിരോധം ശക്തമാക്കി ഇറാൻ. സമുദ്ര നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് ഹോർമുസ് കടലിടുക്കിൽ 2 വിദേശ കപ്പലുകൾ പിടിച്ചെടുത്തതായും 3ാമത്തെ കപ്പലിന് നേരെ വെടിയുതിർത്തതായും ഇറാൻ അറിയിച്ചു. അതേസമയം കടലിൽ മൈൻ സ്ഥാപിക്കുന്ന ബോട്ടുകളെ വെടിവെക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ ഇനി ടെഹ്റാന്റെ പ്രതികരണത്തിന് കാത്തു നിൽക്കില്ല എന്ന നിലപാടിലാണ് ട്രംപ്. ഹോർമുസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കുന്ന ഏതൊരു ഇറാനിയൻ ബോട്ടിനെയും വെടിവെക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാവികസേനയോട് ഉത്തരവിട്ടു. കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് ഇറാൻ ഏർപ്പെടുത്തിയ ടോളാണ് അമേരിക്കയെ ചൊടിപ്പിച്ചത്. അതേസമയം ഹോർമുസിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് ചുങ്കം ലഭിച്ചതായി ഇറാൻ ഡെപ്യൂട്ടി സ്പീക്കർ അറിയിച്ചു. എന്നാൽ എത്ര തുകയാണ് ലഭിച്ചതെന്നോ ഏത് രാജ്യത്തു നിന്നുള്ള കപ്പലിൽ നിന്നാണോ തുക ഈടാക്കിയതെന്നോ ഇറാൻ വെളിപ്പെടുത്തിയിട്ടില്ല. കടത്തിവിടുന്ന ഓരോ ചരക്ക് കപ്പലിൽ നിന്നും $20 ലക്ഷം പിരിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. അതേസമയം ഇറാന് ടോൾ നൽകുന്ന കപ്പലുകളെ US നാവിക കപ്പലുകൾ നിരീക്ഷണ വലയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ട്രംപ് അറിയിച്ചു. സമുദ്ര നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് ഹോർമുസ് കടലിടുക്കിൽ 2 വിദേശ കപ്പലുകൾ പിടിച്ചെടുത്തതായും 3ാമത്തെ കപ്പലിന് നേരെ വെടിയുതിർത്തതായും ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പറയുന്നു. കമാൻഡോകൾ കപ്പൽ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ഇറാൻ നാവിക കേന്ദ്രങ്ങളിലുള്ള അമേരിക്കയുടെ ഉപരോധം നീക്കാതെ ഹോർമുസ് കടലിടുക്ക് തുറന്നുകൊടുക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് ഇറാൻ. മാത്രമല്ല, ഉപരോധം നീക്കാതെ അമേരിക്കയുമായി തുടർ ചർച്ചകൾക്കില്ലെന്നും ഇറാൻ ആവർത്തിക്കുന്നു. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ ഇനി ടെഹ്റാന്റെ പ്രതികരണത്തിന് കാത്തു നിൽക്കില്ലെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഇറാന് അതിന്റെ നേതാവ് ആരാണെന്നറിയില്ലെന്നും ട്രംപ് പരിഹസിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ ഇപ്പോഴും സ്തംഭനാവസ്ഥയിലാണ്. സജീവമായ വെടിനിർത്തലുണ്ടായിരുന്നിട്ടും നയതന്ത്ര പുരോഗതി സ്തംഭനാവസ്ഥയിലാണ്. ഇത് ആഗോള ഊർജ്ജ വിപണികളെയും ബാധിച്ചു. സംഘർഷത്തിനിടയിൽ എണ്ണവില വീണ്ടും ഉയർന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. US നാവികസേനാ മേധാവി ജോൺ ഫീലൻ രാജിവെച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് അപ്രതീക്ഷിത രാജി. ട്രംപ് ഭരണകൂടത്തിന്റെ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട നീക്കങ്ങളോടുള്ള അഭിപ്രായ ഭിന്നത വൈറ്റ് ഹൗസിൽ ശക്തമായതാണ് രാജിക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. രാജ്യം യുദ്ധമുഖത്ത് നിൽക്കെയാണ് അമേരിക്കൻ നാവികസേനാ മേധാവിയുടെ അപ്രതീക്ഷിതമായ രാജിപ്രഖ്യാപനം. ജോൺ ഫീലൻ സ്ഥാനമൊഴിയുന്നതായി പെന്റഗണാണ് പ്രഖ്യാപിച്ചത്. രാജിക്ക് വ്യക്തമായ കാരണങ്ങൾ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. ഇറാനെതിരെ US സാമ്പത്തിക ഉപരോധം അമേരിക്ക ശക്തമാക്കുന്നതിനിടെയാണ് ജോൺ ഫീലന്റെ രാജി. ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ പ്രതിരോധ വകുപ്പിൽ നടന്ന പ്രധാന മാറ്റം കൂടിയാണ് ഈ രാജിപ്രഖ്യാപനം. ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ റാൻഡി ജോർജിനെ മാറ്റിയതിന് തൊട്ടു പിന്നാലെയാണ് US നേവി സെക്രട്ടറിയുടെയും പടിയിറക്കം. ഇതേ തുടർന്നാണ് ഇറാൻ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചത്. നിലവിൽ കപ്പലുകൾ പിടിച്ചെടുത്താണ് ഈ പോര് മുറുകുന്നത്. ഇതിനിടെയാണ് US നാവികസേനയുടെ തലപ്പത്തെ രാജിയെന്നതും ശ്രദ്ധേയം.
ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളി അതിജീവിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കങ്ങളോട് വൈറ്റ് ഹൌസിൽ ഉയർന്ന അഭിപ്രായ ഭിന്നതയാണ് ജോൺ ഫീലിന്റെ രാജിക്ക് കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജോൺ ഫീലിനു പകരം അണ്ടർ സെക്രട്ടറി ഹങ് ഹാവോ US നേവിയുടെ ആക്ടിംഗ് നേവി സെക്രട്ടറിയായി ചുമതലയേറ്റു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇന്ത്യയും ചൈനയും നരകക്കുഴികളെന്ന് അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ സമൂഹ മാധ്യമ അക്കൗണ്ടായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകനും റേഡിയോ അവതാരകനുമായ മൈക്കൽ സാവേജിൻ്റെ പോഡ്കാസ്റ്റിലാണ് ട്രംപ് ഈ വിഷയം പങ്കുവച്ചത്. മൈക്കൽ സാവേജിന്റെ സാവേജ് നേഷൻ എന്ന പോഡ്കാസ്റ്റിലെ ട്രാൻസ്ക്രിപ്റ്റും വീഡിയോയുമാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചത്. ജന്മാവകാശ പൗരത്വ നിയമത്തിനെതിരെ സാവേജ് കടുത്ത വിമർശനമാണ് വീഡിയോയിൽ ഉന്നയിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ആളുകൾ ഗർഭത്തിന്റെ 9ാം മാസത്തിൽ അമേരിക്കയിൽ വന്ന് പ്രസവിക്കുന്നുവെന്നും നിലവിലെ നിയമം വഴി ആ കുഞ്ഞുങ്ങൾക്ക് ഉടൻ തന്നെ അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നുവെന്നുമാണ് സാവേജിന്റെ പരാമർശം. ഇവിടെ ജനിക്കുന്ന ഒരു കുഞ്ഞ് തൽക്ഷണം US പൗരനായി മാറുന്നു. തുടർന്ന് അവർ ചൈനയിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നരകക്കുഴിയിൽ നിന്നോ അവരുടെ മുഴുവൻ കുടുംബത്തെയും കൊണ്ടുവരുന്നു. അമേരിക്കൻ സുപ്രീം കോടതിയിൽ ജന്മനാ ഉള്ള പൗരത്വവുമായി ബന്ധപ്പെട്ട വാദങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് പ്രതികരണം. അമേരിക്കയിലെ ജന്മാവകാശ പൗരത്വ നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന് സാവേജ് ആവശ്യപ്പെടുന്നു. പൗരന്മാരല്ലാത്തവരുടെ US ജനിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായി പൗരത്വം നൽകുന്ന നടപടി കോടതികൾക്ക് വിടുന്നതിന് പകരം ഒരു ദേശീയ റഫറൻഡം നടത്തുകയാണ് വേണ്ടതെന്നാണ് സാവേജിന്റെ അഭിപ്രായം. കാലിഫോർണിയയിലെ സാങ്കേതിക മേഖലയിലെ ജോലികളിൽ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ളവർ ആധിപത്യം പുലർത്തുന്നുവെന്നും ഇതിനാൽ മറ്റുള്ളവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നുവെന്നും സാവേജ് ആരോപിക്കുന്നു. ഇന്ത്യൻ ചൈനീസ് കുടിയേറ്റക്കാരെ ലാപ്ടോപ്പുമായി വന്ന ഗുണ്ടകളെന്നും നമ്മുടെ പതാകയെ ചവിട്ടിമെതിക്കുന്നവരെന്നും അധിക്ഷേപിക്കുന്നുണ്ട്. ട്രംപിന്റെ നരകക്കുഴി പരാമർശത്തിൽ സംയമനത്തോടെയാണ് ഇന്ത്യ പ്രതികരിച്ചത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ കണ്ടെന്നും അത് അവിടെ ഉപേക്ഷിക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ മാധ്യമങ്ങളുടെ ചോദ്യത്തോട് പ്രതികരിച്ചു. അതേസമയം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പരാമർശങ്ങൾക്കെതിരെ രംഗത്തെത്തി. അപകീർത്തികരമെന്നാണ് പരാമർശത്തെ ഇരു പാർട്ടികളും വിശേഷിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കുവൈറ്റിൽ ഇറാൻ ആക്രമണത്തെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നതിനായി സർക്കാർ നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി ധനകാര്യമന്ത്രി ഡോക്ടർ യാക്കൂബ് അൽ റിഫായിയുടെ അധ്യക്ഷതയിൽ മന്ത്രിസഭ പ്രത്യേക സമിതി രൂപീകരിച്ചു. വിവിധ സർക്കാർ വകുപ്പുകളുടെ പ്രതിനിധികളാണ് സമിതിയിൽ അംഗങ്ങളായി ഉൾപ്പെട്ടിരിക്കുന്നത്. ആക്രമണത്തെ തുടർന്ന് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമുണ്ടായ നാശനഷ്ടങ്ങൾ സമഗ്രമായി കണക്കാക്കുവാനും നഷ്ടങ്ങൾ വിലയിരുത്തുകയും ചെയ്യുകയാണ് സമിതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിനായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും അവരുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങളുടെ വിശദമായ പട്ടിക തയ്യാറാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. നാശനഷ്ടങ്ങളുടെ സ്വഭാവം ഭൗതികമോ പ്രവർത്തനപരമോ സാങ്കേതികമോ ആണെന്ന് വ്യക്തമാക്കുന്നതിനൊപ്പം ഇവയുടെ ചിത്രങ്ങളും അനുബന്ധ രേഖകളും ഉൾപ്പെടുത്തിക്കൊണ്ട് സമിതിക്ക് റിപ്പോർട്ടുകൾ സമർപ്പിക്കണം. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ച വിമാന സർവീസുകൾ ഖത്തർ എയർവേസ് പുനരാരംഭിക്കുന്നു. UAE-യിലേക്കുള്ള സർവീസുകൾ ഇന്ന് മുതൽ തുടങ്ങി. ദുബായ്, ഷാർജ എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളാണ് സർവീസ് ആരംഭിച്ചത്. ഫെബ്രുവരി 28-നും സെപ്റ്റംബർ 15-നും ഇടയിൽ യാത്രയ്ക്കായി ബുക്ക് ചെയ്തവർക്ക് ഒക്ടോബർ 31 വരെ സൗജന്യമായി പുതിയ തീയതികളിലേക്ക് യാത്ര മാറ്റുവാനുള്ള സൗകര്യമുണ്ട്. ഉപയോഗിക്കാത്ത ടിക്കറ്റുകളുടെ പണം തിരികെ ലഭിക്കാൻ അപേക്ഷിച്ച് 28 ദിവസം വരെ എടുത്തേക്കാമെന്നും ഖത്തർ എയർവേസ് അറിയിച്ചു. യാത്രക്കാർ വിമാന യാത്രാ സമയം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് വഴി പരിശോധിച്ച് ഉറപ്പ് വരുത്തണമെന്നും അറിയിപ്പിൽ പറയുന്നു. കുവൈറ്റിലേക്കുള്ള പുതിയ എൻട്രി വിസ ലഭിച്ച നാട്ടിൽ കുടുങ്ങിയവർക്ക് അതേ വിസയിൽ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന റിപ്പോർട്ട്. വിദേശകാര്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് പ്രാദേശിക അറബ് പത്രം റിപ്പോർട്ട് ചെയ്തതാണ് ഇക്കാര്യം. ഇത് സംബന്ധിച്ച് വിദേശ രാജ്യങ്ങളിലെ കുവൈറ്റിൻ്റെ ബന്ധപ്പെട്ട എല്ലാ അംഗീകൃത സ്ഥാപനങ്ങൾക്കും അറിയിപ്പ് നൽകിയതായും പത്രം റിപ്പോർട്ട് ചെയ്തു. സ്വകാര്യ സ്ഥാപനങ്ങളുടെ തൊഴിൽ വിസ, ഗാർഹിക വിസ, കുടുംബ വിസ, സന്ദർശക വിസ ഉൾപ്പെടെ എല്ലാ വിഭാഗം എൻട്രി വിസകൾക്കും തീരുമാനം ബാധകമായിരിക്കും. ഈ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരുടെ വിസ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുവൈറ്റിൽ വിസ നൽകുന്നത് പുനരാരംഭിച്ച ശേഷം തൊഴിലുടമകളോ സ്പോൺസർമാരോ പുതിയ വിസയ്ക്ക് അപേക്ഷ നൽകണമെന്നും അറിയിപ്പിൽ പറയുന്നു. നിലവിലെ പ്രത്യേക സാഹചര്യങ്ങളെ തുടർന്ന് കുവൈറ്റ് പ്രവാസികളായ നിരവധി പേർക്ക് കുവൈറ്റിൽ പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യത്തെ തുടർന്നാണ് ഈ തീരുമാനം. കുവൈറ്റിൽ ഓൺലൈൻ വഴിയുള്ള വിദേശ പണമിടപാടുകൾക്ക് കുവൈറ്റ് മൊബൈൽ ID ആപ്പ് വഴിയുള്ള വെരിഫിക്കേഷൻ നിർബന്ധമാക്കി. സാമ്പത്തിക മേഖലയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും തട്ടിപ്പുകൾ തടയുന്നതിനുമാണ് പുതിയ നടപടി. എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾ വഴി പണം അയക്കുമ്പോൾ ഉപഭോക്താക്കളുടെ ഐഡന്റിറ്റി ഈ ആപ്പ് വഴി തന്നെ സ്ഥിരീകരിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. പണം അയക്കുന്ന വ്യക്തി തന്നെയാണോ അക്കൗണ്ട് ഉടമയെന്ന് ഉറപ്പുവരുത്താൻ ഇതിലൂടെ സാധിക്കും. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷനുമായി ബന്ധിപ്പിച്ചാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. ഇതുവഴി സിവിൽ ID കാർഡുകൾ നേരിട്ട് ഹാജരാക്കാതെ തന്നെ ഡിജിറ്റലായി സുരക്ഷിതമായി ഇടപാടുകൾ നടത്താൻ കഴിയും.
സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ വേഗത്തിലും സുതാര്യവുമാക്കാൻ ഉദ്ദേശിച്ചുള്ള ഇൻവോയ്സിംഗ് സംവിധാനം UAE-യിൽ വരുന്നു. 4 കോർണർ മോഡലാണ് എന്ന് വിശേഷിപ്പിക്കുന്ന സംവിധാനത്തിലൂടെ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഇലക്ട്രോണിക് ഇൻവോയ്സുകൾ കൈമാറാം. അംഗീകൃത സേവന ദാതാക്കൾ വഴിയും ആകും ഈ സംവിധാനം പ്രവർത്തിക്കുക. UAE ഫെഡറൽ ടാക്സ് അതോറിറ്റിയുടെ ഇമാറ ടാക്സ് പ്ലാറ്റ്ഫോം വഴി ബിസിനസ്സുകാർക്ക് അംഗീകൃത സേവനദാതാക്കളെ തിരഞ്ഞെടുക്കാം. ഇൻവോയ്സുകൾ അയക്കുന്നവരും സ്വീകരിക്കുന്നവരും വഴി ഔദ്യോഗിക ചാനൽ വഴി ബന്ധിക്കപ്പെടുന്നതിലൂടെ ഇടപാടുകൾ കൂടുതൽ സുതാര്യവും വേഗത്തിലുമാകും. മനുഷ്യാധ്വാനം കുറയ്ക്കുവാനും സാമ്പത്തിക രംഗത്തെ ഡിജിറ്റൽവൽക്കരണം വേഗത്തിലാക്കുവാനും പുതിയ പരിഷ്കാരം സഹായിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി സൃഷ്ടിക്കുന്നവർക്കെതിരെ ജാഗ്രത വേണമെന്ന പ്രമേയത്തിൽ UAE-യിലെ പള്ളികളിൽ വെള്ളിയാഴ്ച ഖുതുബ പ്രഭാഷണം നടക്കും. രാജ്യദ്രോഹികളെക്കുറിച്ചും രാജ്യത്തെ വഞ്ചിക്കുന്നവരെക്കുറിച്ചുമുള്ള മുന്നറിയിപ്പായിരിക്കും പ്രഭാഷണങ്ങളുടെ ഉള്ളടക്കമെന്ന് UAE ജനറൽ അതോറിറ്റി ഓഫ് ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് എൻഡോമെന്റ് അറിയിച്ചു. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന സംഘടനകളുടെ സാന്നിധ്യം തിരിച്ചറിയുകയും അവരെ പിടികൂടുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് വെള്ളിയാഴ്ച പ്രാർത്ഥനയിലെ പ്രഭാഷണത്തിൽ ഈ വിഷയം ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്. സ്വന്തം രാജ്യത്തോടുള്ള സ്നേഹത്തെക്കാൾ തീവ്രവാദ ഗ്രൂപ്പുകളോട് വിധേയത്വം കാണിക്കുന്നവർ രാജ്യത്തിൻ്റെ ഐക്യത്തിന് ഭീഷണിയാണെന്നും ഔക്കാഫ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച കുറിപ്പിൽ പറയുന്നു. ലോകത്തെ വേറിട്ട രുചിക്കാഴ്ചകൾ ആസ്വദിക്കാൻ ഭക്ഷണപ്രേമികളെ സൗദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ലുലു വേൾഡ് ഫുഡ് ഫെസ്റ്റിവൽ. 14 നാൾ നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവലിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം 24-ാം തീയതി വൈകിട്ട് 7 മണിക്ക് റിയാദ് മുറബയിലെ അവന്യൂ മാളിൽ നടക്കുന്ന ചടങ്ങിൽ നടൻ ധ്യാൻ ശ്രീനിവാസൻ നിർവഹിക്കും. ജിദ്ദയിൽ കോൺസുൽ ജനറൽമാരായ റൊമേൽ എറോമാറ്റോ, കൗൺസിൽ ജനറൽ ഫിലിപ്പിനോ കോൺസുലേറ്റ് ജിദ്ദ, ബാൻപോത്ത് ഉജിൻ, തായ്ലൻഡ് കോൺസുൽ ജനറൽ ജിദ്ദ എന്നിവർ ചേർന്നാണ് വേൾഡ് ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുക. ദമാമിൽ ഷാത്തിയിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിലും ഫെസ്റ്റിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും. ഫെസ്റ്റിവലിൽ വൈവിധ്യം നിറഞ്ഞതും ട്രെൻഡിങ്ങുമായ രുചികളും പാചകലോകത്തെ പുത്തൻ മാറ്റങ്ങളും ഉൽപ്പന്നങ്ങളും സന്ദർശകർക്ക് പരിചയപ്പെടാം. ഓരോ 2 ദിവസം കൂടുമ്പോഴും വ്യത്യസ്ത രാജ്യങ്ങളുടെ ഭക്ഷണ സംസ്കാരങ്ങൾ ഫെസ്റ്റിവലിൽ പരിചയപ്പെടാം. ഏപ്രിൽ 22-23 തീയതികളിൽ സൗദി വിഭവങ്ങൾ പരിചയപ്പെടുത്തുന്ന ടേസ്റ്റ് ഓഫ് സൗദി, 24-25 തീയതികളിൽ ടേസ്റ്റ് ഓഫ് ഇന്ത്യ, 26-27 തീയതികളിൽ ടേസ്റ്റ് ഓഫ് അറേബ്യ, 28-29 തീയതികളിൽ ടേസ്റ്റ് ഓഫ് ഏഷ്യ, ഏപ്രിൽ 30, മെയ് 1 തീയതികളിൽ ടേസ്റ്റ് ഓഫ് ഇറ്റലി, 2-3 തീയതികളിൽ ടേസ്റ്റ് ഓഫ് കോണ്ടിനെന്റൽ, 4-5 തീയതികളിൽ ഹെൽത്തി ബൈറ്റ്സ് എന്നിങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ മികച്ച ഓഫറുകളിൽ കേരള സ്റ്റൈൽ അടക്കം വിവിധതരം ബ്രേക്ക്ഫാസ്റ്റ് കോംബോ വിഭവങ്ങളും ഹൈദരാബാദി ബിരിയാണി, മലബാർ മീൻ കറി, വാഴയിലയിൽ പൊതിഞ്ഞ ദം ബിരിയാണി അടക്കം 7-ൽ പരം ലഞ്ച് ഡിന്നർ കോംബോ വിഭവങ്ങളുമായി വിപുലമായ മെസ് പ്ലാനും ഫെസ്റ്റിൽ തയ്യാറാണ്. മെസ് പ്ലാനിലൂടെ 1 മാസത്തേക്ക് 375 റിയാലിന് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ കോംബോകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഫെസ്റ്റിന്റെ ഭാഗമായി സൗദിയിലുടനീളമുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ സംഗീത നൃത്ത പരിപാടികൾ നടക്കും. ഒപ്പം പാചക നൈപുണ്യം തെളിയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി വിവിധ പരിപാടികളും അരങ്ങേറും. സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലുടനീളം നടക്കുന്ന ഫെസ്റ്റിവൽ മെയ് 5-ന് അവസാനിക്കും. അമൃത ന്യൂസ്, ജിദ്ദ. റിയാദിലെ ലൈവ് മീഡിയ അക്കാദമി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വള്ളിയും പുള്ളിയും സുവനിയറിൻ്റെ കവർ പേജ് സാഹിത്യകാരി സബീന എം സാലി പ്രകാശനം ചെയ്തു. വായന വിനോദമല്ല, ജീവിതം മെച്ചപ്പെടുത്തുവാനുള്ള തപസ്യയാണെന്ന് സബീന എം സാലി പറഞ്ഞു. നസുദ്ദീൻ VJ സുവനിയറിൻ്റെ പ്രാധാന്യവും അണിയറയിലെ അനുഭവങ്ങളും വിശദീകരിച്ചു. പേരാമ്പ്രയിലെ സ്ട്രോങ് റൂം വിവാദത്തിൽ നിയമ നടപടികളിലേക്ക് കടക്കാൻ കോഴിക്കോട് DCC റിട്ടേണിംഗ് ഓഫീസർക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകും. ഓഫീസർമാർക്കെതിരായ നടപടി വൈകുന്നത് ചോദ്യം ചെയ്താണ് ഹൈക്കോടതിയിൽ ഹർജി നൽകുക. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ മെറ്റീരിയൽ റൂം തുറന്നതുമായി ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസറുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയുണ്ടായെന്ന് ജില്ലാ കളക്ടർ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ റിപ്പോർട്ട് നൽകി 24 മണിക്കൂർ കഴിഞ്ഞിട്ടും റിട്ടേണിംഗ് ഓഫീസർക്കെതിരെ നടപടിയെടുത്തിരുന്നില്ല. ഇത്രയ്ക്ക് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ അറിയിപ്പിലൂടെ ബോധ്യപ്പെട്ടിട്ടും നടപടിയെടുക്കാത്ത നടപടിയിൽ ദുരൂഹതയുണ്ട്. ഇതിൽ അനുകൂലമായ സമീപനം ഇനിയും ജില്ലാ കളക്ടറുടെ ഭാഗത്തുണ്ടായിട്ടില്ലെങ്കിൽ കലക്ടർക്കെതിരെയും നിയമ നടപടിയുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും. UDFും കോൺഗ്രസും മുന്നോട്ട് പോകും. മെറ്റീരിയൽ റൂം തുറക്കുന്നത് മുൻകൂട്ടി അറിഞ്ഞിട്ടും UDF നേതൃത്വത്തെ അറിയിക്കുന്നതിൽ സ്ഥാനാർത്ഥിയായ ഫാത്തിമ തഹ്ലിയയ്ക്ക് വീഴ്ച പറ്റിയതിലും കോൺഗ്രസിൽ അതൃപ്തിയുണ്ട്. അതേസമയം മെറ്റീരിയൽ റൂമും സ്ട്രോങ് റൂമും അടുത്തടുത്ത് സ്ഥാപിച്ചതിലും മെറ്റീരിയൽ റൂം തുറക്കാൻ അനുമതി നൽകിയതിലും കളക്ടറുടെ ഭാഗത്തും വീഴ്ചയുണ്ടെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.
തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്ന പശ്ചിമ ബംഗാളിൽ ആദ്യഘട്ട വോട്ടെടുപ്പിലെ റെക്കോർഡ് പോളിംഗ് 5 മണിവരെ 89.93% പോളിംഗ് രേഖപ്പെടുത്തി. മുർഷിദാബാദ്, ദക്ഷിണ ദിനാജ്പൂർ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 16 ജില്ലകളിലെ 152 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലെ റെക്കോർഡ് പോളിംഗാണ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പിൽ വൈകിട്ട് 7 മണിവരെയുള്ള 84.80% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. അന്തിമ കണക്ക് വരുമ്പോൾ വോട്ടിംഗ് ശതമാനം ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഒറ്റഘട്ടമായാണ് പോളിംഗ് നടന്നത്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ തൃശ്ശൂർ പൂരം ആചാരപരമായ ചടങ്ങുകൾ മാത്രമാക്കി നടത്താൻ തീരുമാനം. തൃശ്ശൂർ കളക്ടറേറ്റിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമായി പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ നടത്തിയ യോഗത്തിലാണ് തീരുമാനം. വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കുവാനും കുടമാറ്റത്തിൻ്റെ ദൈർഘ്യം കുറയ്ക്കാനും തീരുമാനമായി. മറ്റ് ചടങ്ങുകൾക്ക് മാറ്റമില്ല. സാമ്പിൾ വെടിക്കെട്ട് ഒഴിവാക്കി പ്രധാന വെടിക്കെട്ട് നടത്താൻ പാറമേക്കാവ് ദേവസ്വം താൽപര്യമറിയിച്ചിരുന്നു. എന്നാൽ മന്ത്രിതല ചർച്ചയിൽ ഇത് ഒഴിവാക്കുകയായിരുന്നു. ആചാരം പാലിക്കുന്നതിനായി ഒരു കതിനയോ കുഴിമിന്നലോ മാത്രമാകും സമ്പൂർണ്ണ വെടിക്കെട്ടിന് പകരമായി ഉണ്ടാവുക. കുടമാറ്റത്തിൽ കുടകളുടെ എണ്ണം കുറയ്ക്കും. കുടമാറ്റത്തിന്റെ സമയദൈർഘ്യവും വെട്ടിച്ചുരുക്കും. 1 മണിക്കൂർ ഉണ്ടായിരുന്ന കുടമാറ്റം 15 മിനിറ്റാക്കി കുറച്ചു. കുടമാറ്റത്തിന് 15 ആനകൾ വീതമാണ് പാറമേക്കാവിനും തിരുവമ്പാടിക്കും ഉണ്ടാവുക. അതേസമയം ഇലഞ്ഞിത്തറമേളം, ആന എഴുന്നള്ളിപ്പ് എന്നിവ ആചാരത്തിന്റെ ഭാഗമായതിനാൽ ഇവ ഒഴിവാക്കില്ലെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് പറഞ്ഞു. കുടമാറ്റം സിംബോളിക് കുറച്ച് സെറ്റ് ബാക്സ് അതൊക്കെ എഴുന്നള്ളിപ്പ് സാധാരണ നടക്കണം. കുറച്ച് ഇപ്പൊ നമ്മൾ 15 സെറ്റ് എന്ന് പറഞ്ഞിട്ടില്ല, ചിലപ്പോൾ കുറച്ചുകൂടി കുറയ്ക്കും. അപ്പൊ പ്രതീകാത്മകമായിട്ട് നടക്കും. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നുവെന്നും വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കുകയും കുടമാറ്റം ചടങ്ങ് മാത്രമായി മാറ്റുമെന്നും ആചാരങ്ങൾക്ക് മാറ്റമില്ലെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാറും പറഞ്ഞു. പൂരം എന്തായാലും ചടങ്ങുകളെല്ലാം ഭംഗിയാക്കി നടത്തും. ഇല്ല, ഉണ്ടാവില്ല. കുടമാറ്റം ആചാരപ്രകാരമുള്ള എല്ലാം ഉണ്ടാവും. എല്ലാ ആചാരങ്ങളും ഉണ്ടാവും. മന്ത്രിമാരായ ആർ ബിന്ദു, വി എൻ വാസവൻ, കെ രാജൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ആർ ദേശ്മുഖ്, വിവിധ സർക്കാർ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തൃശൂർ. സംസ്ഥാനത്ത് വേനൽ ചൂട് കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. കണ്ണൂരിൽ സൂര്യതാപമേറ്റ് യുവാവ് മരിച്ചു. മലപ്പുറത്ത് 4 വയസ്സുകാരിക്കും കോഴിക്കോട് അംഗനവാടി ടീച്ചർക്കും എറണാകുളത്ത് ഇതര സംസ്ഥാന തൊഴിലാളിക്കും സൂര്യതാപമേറ്റു. സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിലാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ജീവൻ പോലും നഷ്ടമാകുന്ന രീതിയിലാണ് വേനൽ ചൂട് കഠിനമാകുന്നത്. സൂര്യാതപത്തിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ പള്ളിപ്പൊയിൽ സ്വദേശിയായ സനൽകുമാറാണ് മരിച്ചത്. കിണർ പണിക്കിടെ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:30 കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്ന് പുലർച്ചെയോടെ മരണം സ്ഥിരീകരിച്ചു. സൂര്യാഘാതമാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. മലപ്പുറത്ത് മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 4 വയസ്സുകാരിക്ക് സൂര്യാതപമേറ്റു. വണ്ടൂർ സ്വദേശിനിയായ ഇസ ജോണിന്റെ കൈക്കും വയറിനുമാണ് പൊള്ളലേറ്റത്. കുട്ടിക്ക് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകി. കോഴിക്കോട് നാദാപുരത്ത് അങ്കണവാടിയിൽ ജോലി ചെയ്യുകയായിരുന്ന അനില എന്ന അധ്യാപികയ്ക്കും സൂര്യാഘാതമേറ്റ് കൈക്ക് പൊള്ളലേറ്റു. സംസ്ഥാനത്ത് ചൂട് ക്രമാതീതമായി ഉയരുന്ന പശ്ചാത്തലത്തിൽ ഉഷ്ണതരംഗത്തിന്റെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. നാളെയും മറ്റന്നാളുമാണ് മുന്നറിയിപ്പുള്ളത്. മറ്റ് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പാലക്കാട് 41 ഡിഗ്രി വരെ താപനില ഉയർന്നത് ജനജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. 2024 ശേഷം ആദ്യമായാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഉഷ്ണതരംഗ സാഹചര്യം ഉടലെടുക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം ചിറയൻകീഴ് ആഴൂരിൽ പാമ്പ് കടിയേറ്റ് മരിച്ച 8 വയസ്സുകാരൻ ദിക്ഷലിന് കണ്ണീരോടെ വിട ചൊല്ലിയ നാട്. അടിയന്തര ചികിത്സ നൽകുന്നതിൽ വീഴ്ചയുണ്ടായതാണ് കുഞ്ഞിൻ്റെ മരണത്തിനിടയാക്കിയതെന്ന് കുടുംബം ആരോപിച്ചു. സംഭവത്തിൽ DMO അടിയന്തര റിപ്പോർട്ട് തേടി. ദിലീപ്, അനു ദമ്പതികളുടെ മകൻ ദിക്ഷലാണ് മൂർഖൻ പാമ്പിന്റെ കടിയേറ്റ് മരിച്ചത്. അർദ്ധരാത്രിയിൽ അച്ചമ്മയോടൊപ്പം തറയിൽ കിടന്നുറങ്ങുന്നതിനിടെയാണ് കുഞ്ഞിന് പാമ്പ് കടിയേറ്റത്. കുട്ടിയെ ഉടൻ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി എത്തിച്ചെങ്കിലും ആവശ്യമായ ചികിത്സ ലഭിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും ആരോപണം. ഇതിപ്പോ ഈ കുഞ്ഞിനെ കടിച്ചിട്ട് താലൂക്ക് ആശുപത്രി കൊണ്ടുവന്നിട്ട് അവര് ഒരു ചികിത്സയും നൽകിയില്ലെന്ന് വേണം പറയാൻ. നരച്ചിൽ കടിച്ചു,
ഇത് പാറ്റ കഴിച്ചതെന്നൊക്കെയാണ് അവർ തമാശയ്ക്ക് ചോദിക്കുമ്പോൾ ചോദിച്ചാൽ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ അതിന് ജീവനുണ്ടായിരുന്നു. നമ്മളെ പോകുമ്പോൾ അത്രേ ഉള്ളൂ. ആശുപത്രിയിൽ ആന്റിവെനം ഉണ്ടായിരുന്നുവെന്നും പ്രാഥമിക പരിശോധനയിൽ പാമ്പുകടി സ്ഥിരീകരിക്കാത്തതിനാലാണ് അത് നൽകാതിരുന്നതെന്നും ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നുമാണ് ആശുപത്രിയുടെ വിശദീകരണം. പാമ്പുകടിയേറ്റ് ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് എത്തിയ കുഞ്ഞിന് മതിയായിട്ടുള്ള ചികിത്സ നൽകിയില്ല എന്നതായിരുന്നു ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിക്കെതിരെ ഉയർന്ന പ്രധാനപ്പെട്ട ആരോപണം. ആശുപത്രി നൽകുന്ന വിശദീകരണത്തിലും ഇതിനെ സാധൂകരിക്കുന്നുണ്ട്. കാരണം രക്തപരിശോധന നടത്തിയെന്നും പരിശോധനയിൽ പാമ്പുകടിയേറ്റതായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുമായിരുന്നു ആശുപത്രി ഈ വിശദീകരണത്തിൽ പറയുന്നത്. സംഭവത്തിൽ DMO ആശുപത്രി സൂപ്രണ്ടിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ചികിത്സാ പിഴവാരോപണം ഉയർന്നതോടെ കോൺഗ്രസ് BJP പ്രവർത്തകർ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തകര ഷീറ്റും പ്ലൈവുഡും കൊണ്ട് നിർമ്മിച്ച വീടാണ് കുടുംബത്തിൻ്റേത്. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നാട്ടുകാർ മൂർഖൻ പാമ്പിനെ കണ്ടെത്തിയിരുന്നു. ക്യാമറമാൻ സുനിലിനൊപ്പം എബിജോ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിർമ്മാതാവ് മുരളി കുന്നുംപുറത്തിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി സുമതി വളവ് ചിത്രത്തിൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തും. സിനിമ നഷ്ടമാണെന്ന് ആരോപിക്കുന്ന നിർമ്മാതാവ് ചിത്രത്തിൻ്റെ കണക്ക് പുറത്തുവിടണമെന്ന് തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള ആവശ്യപ്പെട്ടു. ചിത്രത്തിൻ്റെ നിർമ്മാണത്തിന് വലിയ ചിലവ് വരുമെന്ന് നേരത്തെ മുരളി കുന്നുംപുറത്തിനെ അറിയിച്ചിരുന്നതാണ്. നിർമ്മാതാവ് സിനിമയിൽ അഭിനയിച്ച പലർക്കും പ്രതിഫലം നൽകിയിട്ടില്ല എന്നും ഇവർ ആരോപിക്കുന്നു. സുമതി വളവ് ചിത്രത്തിന്റെ നിർമ്മാണത്തിലൂടെ തനിക്ക് 7 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായെന്ന നിർമ്മാതാവ് മുരളി കുന്നുംപുറത്തിന്റെ ആരോപണങ്ങളിലാണ് വിശദീകരണവുമായി സംവിധായകനും തിരക്കഥാകൃത്തും രംഗത്തെത്തിയത്. കഴിഞ്ഞ 2 ദിവസമായി വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് തങ്ങൾ നേരിടുന്നത്. ഇനിയും വിഷയത്തിൽ വിശദീകരണം നൽകിയില്ലെങ്കിൽ അത് തങ്ങളുടെ കുടുംബത്തെയും കരിയറിനെയും ബാധിക്കുമെന്ന് തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള പറഞ്ഞു. മാളികപ്പുറം സിനിമയുടെ വിജയത്തിന് ശേഷം അടുത്ത സിനിമ നിർമ്മിക്കാൻ മുരളി കുന്നുംപുറം തങ്ങളെ സമീപിക്കുകയായിരുന്നു. മുരളിയുമായി നടത്തിയ ചർച്ചയിൽ മറ്റൊരു ചിത്രത്തിന്റെ കഥ പറഞ്ഞെങ്കിലും സുമതി വളവ് നിർമ്മിക്കാൻ മുരളി കുന്നുംപുറം തയ്യാറാവുകയായിരുന്നു. സിനിമയുടെ നിർമ്മാണത്തിന് 15 കോടിയോളം രൂപ ചെലവ് വരുമെന്ന് മുരളി കുന്നുംപുറത്തിനോട് അന്നേ പറഞ്ഞിരുന്നു. എന്നാൽ തനിക്ക് പണം ലഭിക്കാനുണ്ടെന്നും സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കാനും മുരളിയാണ് നിർദ്ദേശിച്ചതെന്ന് അഭിലാഷ് പിള്ള പറഞ്ഞു. ഈ ഷൂട്ട് തുടങ്ങുന്നതിന്റെ ഒരു 6-7 മാസം മുന്നേ കൊച്ചിയിൽ ഒരു വലിയ ഫംഗ്ഷൻ വെച്ചിരുന്നു. ആ ലോഞ്ച് എന്ന് വെച്ചതുപോലും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രൊജക്ട് വരുന്നുണ്ടെന്ന് പബ്ലിക്കിനെ അറിയിക്കണമെന്നും അതുവഴി അദ്ദേഹത്തിന് ഇൻവെസ്റ്റേഴ്സിനെ കിട്ടുമെന്നും പറഞ്ഞിട്ട് തന്നെയാണ് അന്ന് ആ ലോഞ്ച് വെച്ചത്. ആ ലോഞ്ചിൽ പോലും ഞാനും വിഷ്ണുവും അടക്കമുള്ള എല്ലാവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു വലിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ്. അർജുൻ അശോകന്റെ കരിയറിൽ തന്നെ ഏറ്റവും ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ്. ഒരു നമ്പർ ഓഫ് ഡേയ്സ് പോലും അധികമാവുന്നൊരു സിനിമയാണെന്ന് പറഞ്ഞതിന് ശേഷം ഒരു 6 മാസത്തോളം ഇതിന്റെ പ്രീ പ്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നു. ഈ സിനിമ തീരുമാനിക്കുന്നു, ഇത് ബാക്കി ആർട്ടിസ്റ്റുകളൊക്കെ തീരുമാനിക്കുന്നു. ആ സമയത്താണ് ഒരു ഷൂട്ടിംഗ് തുടങ്ങാൻ കുറച്ച് ദിവസങ്ങൾ മുന്നേ അദ്ദേഹം പറയുന്നത് എൻ്റെ അക്കൗണ്ടിൽ 25 ലക്ഷം രൂപ പൈസ ഉള്ളതെന്ന് പറയുന്നു. ഇദ്ദേഹത്തിനോട് ബാധിച്ച ഒരുപാട് പേര് വിളിച്ചിട്ട് ഇദ്ദേഹത്തിനോട് പണം ചെയ്യില്ലെന്ന് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ പോലും കുഴപ്പമില്ല, മുരളിച്ചേട്ടനോട് പണം ചെയ്യാം. കാരണം അദ്ദേഹം അത്ര ഡീസൻ്റാണ് ഞങ്ങൾക്ക് ബിഹേവ് ചെയ്തിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു മൂത്ത ചേട്ടനെ പോലെ, നമ്മുടെ ഒരു ഫാമിലി മെമ്പറെ പോലെ തന്നെയാണ് അദ്ദേഹം നിന്നിട്ടുള്ളത്. ആത്മഹത്യയുടെ വക്കീലാണെന്ന് മുരളി കുന്നുംപുറം പറയുന്ന വീഡിയോ വന്ന അന്ന് തന്നെ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അബദ്ധം പറ്റിയതാണെന്ന് അദ്ദേഹം പറഞ്ഞുവെന്നും അഭിലാഷ് പിള്ള പറഞ്ഞു. സംവിധാനം അറിയാത്ത ആളാണ് വിഷ്ണു ശശിശങ്കർ എന്നാണ് മുരളി ആരോപിക്കുന്നത്. എന്നാൽ സുമതി വളവിന്റെ 2ാം ഭാഗം സംവിധാനം ചെയ്യാൻ മുരളി വിളിച്ചിരുന്നുവെന്നും വിഷ്ണു ശശിശങ്കർ പറഞ്ഞു. പിന്നെ എനിക്ക് സംവിധാനം അറിയില്ല എന്നുള്ളൊരു പ്രസ്താവന. പിന്നെ എന്തിനാണ് ചേട്ടാ എന്നെ സുമതി വളവ് സെക്കൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ വിളിക്കുന്നത്? പിന്നെ എന്തിനാണ് സുമതി വളവ് മാത്രമല്ല, സെക്കൻഡല്ല, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കഥയായിട്ട് ഒരു ഐഡിയ പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചു വരുത്തി. എന്നെയും ആ സുഹൃത്തിനും അദ്ദേഹത്തിൻ്റെ വൈറ്റ്ലയിൽ ഉണ്ടായിരുന്ന ഒരു ഓഫീസുണ്ട്, അവിടെ വെച്ചിട്ട് എനിക്ക് അദ്ദേഹം ഒരു അഡ്വാൻസ് തരികയും ചെയ്തു. മുരളി കുന്നുംപുറം ഉന്നയിച്ച ആരോപണങ്ങളിൽ ഫെഫ്ക അടക്കമുള്ള സിനിമാ സംഘടനകൾക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും അഭിലാഷ് പിള്ള വ്യക്തമാക്കി. അമൃത ന്യൂസ്, കൊച്ചി. കൊല്ലം മുളങ്കാടകം കാനകവയൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. മഹാഗണപതി ഹോമത്തോടെ ആരംഭിച്ച 3 ദിവസങ്ങളായി നടക്കുന്ന ഉത്സവാഘോഷത്തിൽ ആത്മീയ ഭാവം നിറഞ്ഞ വിവിധ ആചാര ചടങ്ങുകളാണ് നടക്കുന്നത്. ഗണപതി ഹോമത്തോടെ ആരംഭിച്ച ചടങ്ങുകളിൽ നാരായണീയ പാരായണം, സമൂഹാർച്ചന എന്നിവയിലൂടെ ഭക്തജനങ്ങൾ ദേവിയുടെ അനുഗ്രഹം തേടി. കാളിപൂജ, ഭജന, പൊങ്കാല തുടങ്ങിയ ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. പത്മനാഭോ മലപ്രഭോ
ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.